എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഉണക്കമീൻ കറി വെക്കുന്ന റെസിപ്പിയുമായിട്ടാണ്. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഉണക്ക അയലയാണ്. അതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ 2 ഉണക്കമീൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകി നന്നായി വൃത്തിയാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 തക്കാളിപ്പഴം, ഒരു 10-12 കൊച്ചുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, ഒരു 5-6 കഷ്ണം ചെറിയ അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം. ഇതിലേക്ക് ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ഒരു 5-6 കുടംപുളി കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർക്കാം. മീൻ കറി വയ്ക്കാൻ എപ്പോഴും നല്ലത് വെളിച്ചെണ്ണയാണ്. ഇത് നമുക്ക് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ച് വയ്ക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അല്പം കടുക് ചേർക്കാം. ശേഷം ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി മൂത്ത് വന്നോട്ടെ. ഇത് പൊട്ടി വന്നതിന് ശേഷം ഒരു കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത് ഞാനിതിൽ ചേർക്കുന്നുണ്ട്. ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതിൽ കിടന്ന് ഒന്ന് മൂക്കട്ടെ. ഇത് നമുക്കൊന്ന് ഇളക്കാം. ഇതൊരു ബ്രൗൺ നിറമായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് കൊച്ചുള്ളി ചേർക്കാം. അതിന് മുമ്പായിട്ട് 4-5 വെളുത്തുള്ളിയല്ലി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതൊരു 8 ചെറിയ കഷ്ണം വെളുത്തുള്ളിയാണ്. കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കൂടി ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 3 പച്ചമുളക് നടുവേ കീറിയതാണ്. ഇതും കൂടി ചേർത്തൊന്ന് വഴറ്റാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. ഒരു തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇതും കൂടി ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂക്കട്ടെ. ഇത് റെഡിയായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളി ചേർക്കാം. ഞാനൊരു 10-11 അല്ലി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. മീൻ കറി വെക്കുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്താൽ നല്ല ടേസ്റ്റാണ് കറിക്ക്. അതുപോലെ തന്നെ നല്ലൊരു ഗ്രേവിയും കിട്ടും. ഇത് നന്നായി വഴന്നു വരുവാനായിട്ട് ഞാനിതിലേക്ക് ഇപ്പോൾ ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നന്നായി വഴന്നു വന്നോട്ടെ. ഇതിപ്പോൾ ഏകദേശമൊക്കെ ഒന്നായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ചേർക്കുന്നുണ്ട്. ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് 2 തക്കാളിക്കയാണ്. ഞാൻ കൂടുതൽ തക്കാളിക്ക ചേർത്തതാണ് ഒരല്പം ഗ്രേവി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഒരു തക്കാളിക്കായുടെ ആവശ്യമേ ഉള്ളൂ. കാരണം ഇത് 2 മീനേ ഉള്ളൂ. എനിക്കൊരല്പം ഗ്രേവി കൂടുതൽ വേണ്ടതുകൊണ്ട് ഞാൻ തക്കാളിപ്പഴം 2 എണ്ണം എടുത്തതാണ്. ഇതൊന്ന് നന്നായി വാടി വന്നോട്ടെ. ഇതിപ്പോൾ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നിങ്ങൾ മീൻ കറി വെക്കുമ്പോൾ തക്കാളിപ്പഴം ചേർക്കാറുണ്ടോ? ഒന്ന് കമൻ്റ് ഇടണം. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണണം.
എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൂടി തരണം. ഇതിപ്പോൾ എണ്ണയിൽ കിടന്നൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടെ ഒരു 5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇതിന് ശേഷം ഞാനിതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ മുളകിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ഇതിപ്പോൾ അരപ്പൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന കുടംപുളി ചേർക്കുന്നുണ്ട്. ഞാൻ ചെറിയ കഷ്ണം കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 6-7 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിന് ഉറ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുടംപുളി എടുത്തിരിക്കുന്നത്. നല്ല പുളിയാണെങ്കിൽ ഒരു 3 കുടംപുളി എടുത്താൽ മതി. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇതൊന്ന് നന്നായി തിളച്ച് വന്നോട്ടെ. ഈ അരപ്പ് ഇതിൽ കിടന്നൊന്ന് വേകട്ടെ. ഇതിപ്പോൾ തിളച്ച് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരുപാട് ഉപ്പ് ഞാൻ ചേർക്കുന്നില്ല, ഉണക്കമീനായതുകൊണ്ട്. വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് അല്പം ഉപ്പ് കൂടി ചേർക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അരപ്പൊക്കെ ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഞാനൊരു ചെറിയ കപ്പിന് 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും വേണ്ടെങ്കിൽ അത്രയും എടുക്കണ്ട. അതിൽ കൂടുതൽ വേണമെങ്കിൽ അല്പം കൂടി കൂട്ടാം. ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ അരപ്പ് നന്നായി ഒന്ന് തിളച്ച് വന്നോട്ടെ. ഈ സമയം ഉപ്പുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പോരെങ്കിൽ ഒരല്പം ഉപ്പ് കൂടി ഈ സമയം ചേർക്കാം. ഇതിലേക്ക് ഞാൻ നേരത്തെ വൃത്തിയാക്കി വെച്ചിരുന്ന മീൻ ഇടുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അരപ്പ് നന്നായി തിളച്ചതിന് ശേഷം മാത്രം മീൻ പെറുക്കി ഇടുക. ഇല്ലെങ്കിൽ നമുക്ക് മീൻ കറി ഇരുന്ന് കഴിഞ്ഞാൽ അത് മോശമായി പോകും, ചീത്തയായി പോകും. കാരണം മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട്. ഇതിനി നന്നായിട്ട് ഇളക്കരുത്. ചെറിയ തോതിലൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇനി അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം.
ഇപ്പം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു രണ്ട് കറിവേപ്പില കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ചേർക്കണം. മീൻകറി വെച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ചേർത്താൽ കറിക്ക് നല്ല ടേസ്റ്റാണ്. നല്ലൊരു പുളിയ ഈ കറി വെന്തതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നിങ്ങളിങ്ങനെയാണ് മീൻ കറി വെക്കുന്നതെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി നാളെ ഇതേ സമയം ഞാൻ വരുന്നതായിരിക്കും. ഇതാണ് എൻ്റെ കറിയുടെ ഫൈനൽ ലുക്ക്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു കറിയാണ്. പൊറോട്ടയുടെ കൂടെ ഏറ്റവും ബെസ്റ്റാണ് മീൻ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നാളെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും ഇതേ സമയം. എല്ലാവർക്കും നന്ദി.